പാതിവില തട്ടിപ്പ് വീരൻ അനന്തു കൃഷ്ണൻ ഇനി കൊടുക്കാനുള്ളത് 26,000-ഓളം സ്കൂട്ടറുകളാണ്. കയ്യിലുള്ളതാകെ 4.25 കോടി രൂപ. വിവിധ തട്ടിപ്പുകളിൽ പിരിച്ച പണം തിരികെ കൊടുക്കാനാണെങ്കിൽ കുറഞ്ഞത് 210 കോടി രൂപയെങ്കിലും വേണമെന്നാണ് കണക്ക്. സാധാരണക്കാരിൽ നിന്നും ഇയാൾ തട്ടിയെടുത്ത 1.5 കോടിയോളം രൂപ ഇടുക്കിയിലെയും എറണാകുളത്തെയും ചില രാഷ്ട്രീയ നേതാക്കൾ കൈക്കലാക്കുകയും ചെയ്തു എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. റിപ്പോർട്ടിലേക്ക് ആദ്യം. കൊടുക്കാനുള്ളത് 26,000-ഓളം സ്കൂട്ടർ, കയ്യിലുള്ളതോ ഒന്നിനും തികയാത്ത 4.25 കോടിയോളം രൂപ. ഇതാണ് അനന്തു കൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ. യഥാർത്ഥത്തിൽ ഇയാൾ പറ്റിച്ചവരിൽ 25% താഴെ ആളുകൾ മാത്രമാണ് ഇതുവരെ പരാതി നൽകിയിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി പ്രവാഹം വരാനിരിക്കുന്നതേയുള്ളൂ. സ്കൂട്ടറിന്റെ പേരിൽ അനന്തു വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ 156 കോടി രൂപയെങ്കിലും വേണം. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, വീട്ടുസാധനങ്ങൾ എല്ലാം കൂട്ടിയാൽ 210 കോടിയെങ്കിലും കവിയും. കഴിഞ്ഞ ഒക്ടോബറിൽ പോലീസ് മരവിപ്പിച്ച ഒരു ബാങ്ക് അക്കൗണ്ടിലുള്ള 4.25 കോടി രൂപ മാത്രമാണ് പണമായി അനന്തുവിന്റെ സമ്പാദ്യം. 5 ഇടങ്ങളിലെ ഭൂമി എല്ലാം കൂടി ചേർത്താൽ പരമാവധി 2 കോടി രൂപ വില കാണാം. ആകെ പൊട്ടിത്തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അനന്തുവിന്റെ പാതിവില കമ്പനി. വിവിധ സാധനങ്ങൾ നൽകിയതിൽ ഡീലർമാർക്കും 30 കോടിയോളം രൂപ അനന്തു കൊടുത്തു തീർക്കാനുണ്ട്. അനന്തുവിന്റെ ആദ്യ തട്ടിപ്പായ വളം വിതരണം ചെയ്തവരും പെട്ടു നിൽക്കുകയാണ്. ഇനി അനന്തു കൃഷ്ണൻ തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് പറ്റിയ രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. അവർക്കിപ്പോൾ പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നതാണ്. എന്തായാലും ഈ രാഷ്ട്രീയ നേതാക്കളും ഈ തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പറ്റിയതിൽ മറുപടി പറയേണ്ടി വരും. ചില്ലറക്കാരല്ല, എറണാകുളത്തെയും ഇടുക്കിയിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പറ്റിയത്. 2 ദിവസത്തിന് ശേഷം എല്ലാ കേസുകളും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. അതിനുശേഷമാകും എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ള ഇടപാടുകളിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുക. ഈ തട്ടിപ്പുകൾക്കെല്ലാം അനന്തുവിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങളുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. അതിലേക്ക് പോകുമ്പോൾ ചില ഉന്നതരും കേസിൽ കുടുങ്ങാനാണ് സാധ്യത. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.